സംസ്ഥാനത്ത് അരിവിലയിൽ വൻ വർധനവുണ്ടായതോടെയാണ് സംസ്ഥാന സർക്കാർ ബംഗാളിൽ നിന്നും 800 ടൺ അരി എത്തിച്ചത്. 27 രൂപയ്ക്കാണ് സഹകരണ സംഘങ്ങൾക്ക് അരി ലഭിക്കുന്നതെങ്കിലും സബ്സിഡി നൽകി 25 രൂപയ്ക്ക് അരി വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം. കൺസ്യൂമർ ഫെഡ് കേന്ദ്രങ്ങൾ വഴിയായിരിക്കും ആദ്യഘട്ടത്തിൽ അരി ലഭിക്കുക. പിന്നീട് ഇത് വ്യാപകമാക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. സർക്കാരിനെ വിഷമിപ്പിച്ച് കളയാം എന്ന മട്ടിൽ കുറച്ച് ആളുകൾ കൂടി അരിയുടെ വിലയങ്ങ് വർദ്ധിപ്പിച്ച് അങ്ങനെ ജനങ്ങളെയാകെ വിഷമത്തിലാക്കി കളയാം എന്ന ഒരു ധാരണക്ക് കീഴ്പ്പെടാനല്ല സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. ഫലപ്രദമായി അരി നാട്ടിലെത്തിക്കുന്നതിനുള്ള, അത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തുനിന്നായാലും ഇന്ത്യക്ക് പുറത്തു നിന്നായാലും അരി കൊണ്ടുവന്ന് വിതരണം ചെയ്യാനുള്ള നടപടികൾ തന്നെയാണ് സർക്കാർ സ്വീകരിക്കുക. മാവേലി സ്റ്റോറുകളില്ലാത്ത പഞ്ചായത്തുകളിൽ പുതിയത് തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ അരി പ്രതിസന്ധിക്ക് കാരണം കഴിഞ്ഞ UPA സർക്കാരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.